ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ആദ്യം ഒരു മരുന്നിനെയായിരിക്കും കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഫാറ്റി ലിവർ, PCOD, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് കംപ്ലയിൻസ്, ഇത്തരം അസുഖങ്ങൾ വരുമ്പം നമ്മൾ ആദ്യം തന്നെ ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ഭക്ഷണ രീതികളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ വെറും മരുന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്തരം അസുഖങ്ങൾ വരാൻ കാരണങ്ങൾ പലതാണ്. ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇന്ന് എല്ലാവരുടെ ഇടയിലും കണ്ടുവരുന്നത്. ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഏറ്റവും അധികം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ മെയിൻ 90% കാരണം നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ്. ഒരു 10% മാത്രമേ നമ്മൾ ആൽക്കഹോൾ ഇൻടേക്ക് എന്ന് പറയുള്ളൂ. ഫാറ്റി ലിവർ എന്നത് പല ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1 എന്ന്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എത്തിക്കഴിഞ്ഞാൽ ലിവർ കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. ലിവർ ഒരു ഗ്രേറ്റ് ഡീടോക്സിഫൈങ് ഓർഗനാണ്. ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെ, അതായത് വിഷാംശങ്ങളെല്ലാം പുറന്തള്ളപ്പെടുന്ന ഒന്നാണ് ലിവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു വിഷാംശങ്ങളെല്ലാം കൃത്യമായിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പം ലിവറിനെ ബാധിക്കുന്ന ഒരു നീർക്കെട്ടാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻസ്. അതേപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന എൻഡോമെട്രിയോസിസ്, അതായത് യൂട്രൈൻ കംപ്ലയിൻസ് ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ്, പീരീഡ്സിൽ ഇറഗുലാരിറ്റി ഉണ്ടാവുന്നു, വേദന അനുഭവപ്പെടുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ആണ്. അതേപോലെ തന്നെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, സ്ത്രീകളിൽ കാണപ്പെടുന്ന മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉള്ള മെയിൻ കണ്ടീഷൻസ് ആണ്. ഡയബറ്റിസ് ഓഫ് ഓവറി എന്നൊരു ഇരട്ട പേരുള്ള ഒന്നാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന കണ്ടീഷൻസ്. അതിൻ്റെ റീസൺ എന്താണ്? നമുക്ക് മെയിനായിട്ടും നമ്മളെ മാറിയ ജീവിതശൈലിയും ഭക്ഷണ രീതികളും അതേപോലെ തന്നെ വ്യായാമമില്ലാത്തൊരവസ്ഥയാണ്. അതേപോലെ ഇന്ന് ഒട്ടനവധി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് മൈഗ്രെയിൻ കംപ്ലയിൻസ്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ടുള്ള തലവേദന, ഓക്കാനം, ഛർദി, അതേപോലെ തന്നെ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം റീസൺസ് എന്താണ്? നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിതശൈലിയും അതേപോലെ തന്നെ വർക്കൗട്ട് ഒന്നുമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ ഇത്തരം കംപ്ലയിൻസ് നമ്മളെ എഫക്റ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതികൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡയബറ്റിസ് കേസുള്ള ഒരാളാണെങ്കിൽ, ഡയബറ്റീസ് കംപ്ലയിൻസ് ഉള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ ഞാൻ യൂഷ്വലി കൊടുക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പം ചോറിൻ്റെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വൈറ്റ് പോയ്സൺ ആയിട്ടുള്ള വൈറ്റ് ഷുഗർ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന മെയിൻ ഘടകങ്ങളാണ് ഗ്ലൂട്ടൻ, വെജിറ്റബിൾ ഓയിൽസ്, വൈറ്റ് ഷുഗർ. അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങളാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡയബറ്റിസ് രോഗി ആദ്യം ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾ ഓയിൽസ് ആയിട്ടുള്ള സോയാബീൻ ഓയിൽസ്, അതേപോലെ തന്നെ മസ്റ്റാർഡ് ഓയിൽസ്, സൺഫ്ലവർ ഓയിൽസ്, ഇത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആട്ട, മൈദ, റവ, ഇതെല്ലാം ഒരു ഇൻഫ്ലമേറ്ററി ഏജൻസ് ആണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ? ഡയബറ്റിസ് രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാം. അധികം മധുരേറിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്. അതായത് സീസണലായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ഇതൊക്കെ കൂടുതലായിട്ടും ഷുഗറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അളവ് കുറച്ചാൽ മാത്രം മതി, ഡെയിലി കൺസ്യൂം ചെയ്യരുത്. എന്നാൽ മറ്റുള്ള കേസസ്, മറ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാവുന്നതാണ്. സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും റെയിനി സീസണിലൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് പല രീതിയിൽ ആ ടൈമിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കണം, ഏത് അളവിൽ കഴിക്കണം, എപ്പോൾ കഴിക്കണമെന്ന്. പലരും ചെയ്യുന്നത്, നമുക്കൊരു ടേസ്റ്റ് വരാൻ, ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട്, നാവിനൊരു ഉന്മേഷം, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു എരിവൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിന് ശേഷമായിരിക്കും ഫ്രൂട്ട്സ് കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ എഗെയിൻ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് വേണം കൺസ്യൂം ചെയ്യേണ്ടത്. ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് നമ്മളിപ്പം ലഞ്ചിൻ്റെ ഒരു 1 hour മുന്നേ ആയിട്ട് നമ്മൾ ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ
നമുക്ക് വയറിനൊരു ഫുൾ ഫീലിംഗ് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ, ധാരാളം ഫൈബേഴ്സ്, സോല്യുബിൾ ഫൈബേഴ്സും ഇൻസോല്യുബിൾ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പം ആപ്പിളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് തൊലി കളയാതെ തന്നെ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. ആ തൊലീൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വയറിന് എപ്പോഴും ഒരു നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഗെയിൻ ഫുഡ് കഴിക്കേണ്ട ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ക്രേവിങ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഒരു യൂഷ്വൽ മിസ്റ്റേക്സ് ആണ് ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസ് ആക്കി കഴിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നു, അതിൻ്റെ ഫൈബർ കണ്ടന്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് ജ്യൂസി ഫോം ആക്കിയിട്ട് ചിലപ്പം അത് അരിച്ച് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ജ്യൂസ് ആക്കി കുടിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു റോങ് മെത്തേഡാണ്. അതായത് അതിൻ്റെ ഫൈബർ എല്ലാം കട്ട് ചെയ്തിട്ട് അത് എഗെയിൻ ഒരു ഫ്രക്ടോസ് ഫോമിലേക്ക് കൺവേർട്ട് ആയതിനു ശേഷമാണ് നമ്മൾ അത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷുഗർ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയും ഡയബറ്റിസ്, ഫാറ്റി ലിവർ ഇത്തരം കംപ്ലയിൻറ്റ്സ് എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ജ്യൂസി ഫോം ആക്കരുത്, ഫ്രഷ് ഫോം തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സാലഡ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ക്രിയാറ്റിൻ കേസസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസി ഫോം ആക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൺസ്യൂം ചെയ്യേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പപ്പായ, പേരക്ക, അതേപോലെ തന്നെ പൈനാപ്പിളൊക്കെ, ഇതൊക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ക്രിയാറ്റിൻ ലെവൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെ ടൈമിംഗ് എപ്പോഴാണ്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ഡിന്നറിന് പകരമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ? നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു ഭക്ഷണം കഴിച്ചാൽ ഉടനെയല്ല, ഒരു മെയിൻ ഡിന്നർ എന്നുള്ള രീതിയിൽ മാത്രം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ആ വർക്കൗട്ടിന് മുൻപായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എനർജി ഫീലിംഗ് തരുന്നതാണ്. ഇനി രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ചില കേസസ് ഉണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എസ്പെഷ്യലി സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഓറഞ്ച്, മൊസംബിയൊക്കെ ചില ആളുകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുമ്പം ദഹന സംബന്ധമായിട്ടുള്ള എസ്പെഷ്യലി നെഞ്ചെരിച്ചിൽ, പുളിച്ചു തകട്ടി വരിക, വയറുവേദന, കീഴ്വായുടെ പ്രശ്നങ്ങൾ, ഏമ്പകത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ദഹനം, അതായത് നമ്മൾ നെക്സ്റ്റ് കഴിക്കുന്ന ആ ഒരു ഫുഡിൻ്റെ ദഹനം സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അത്തരം ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി ഇപ്പം ബ്ലഡിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി, എസ്പെഷ്യലി ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി അനാർ അല്ലെങ്കിൽ പൊമോഗ്രാനൈറ്റ് കൺസ്യൂം ചെയ്യാവുന്നതാണ്, നെല്ലിക്ക കൺസ്യൂം ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരു നെല്ലിക്ക വെച്ച് ഡെയിലി കൺസ്യൂം ചെയ്യാം. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ അയൺ അബ്സോർപ്ഷൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ ഇന്ന് കോമൺലി കണ്ടുവരുന്നതാണ് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി. അതിന് നിങ്ങൾക്ക് ഡെയിലി ആപ്പിള്, പൈനാപ്പിള്, അതേപോലെ തന്നെ മഷ്റൂംസ്, ഗൗവ, ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളാവട്ടെ ഡെയിലി ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടെങ്കിലും കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളും അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ചില കേസസ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡയബറ്റിസ്, ക്രിയാറ്റിൻ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കൺസ്യൂമിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നല്ല ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ വീക്ക്നെസ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.